ഓണമൊക്കെ കഴിഞ്ഞപ്പോൾ കേട്ടോ നമ്മുടെ ചെറിയൊരു ഓണത്തിൻ്റെ വീഡിയോ ഒക്കെ പണിയൊക്കെ കഴിച്ച് പുറത്തേക്ക് ഇറക്കിയേ. അങ്ങനെ ഞങ്ങളുടെ തിരുവോണത്തിൻ്റെ ചെറിയൊരു സദ്യവട്ടങ്ങളാട്ടോ ഇതൊക്കെ. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്ന് ചോറൊക്കെ കഴിച്ചു. ഉച്ച കഴിഞ്ഞപ്പോഴത്തേക്കും നേരെ പിറവത്തേക്ക് പോട്ടോ. കാര്യം നമ്മുടെ വീട്ടിലേക്ക് ആരും വിരുന്നുകാരൊന്നുമില്ല വരാൻ. ചേച്ചിയാണെങ്കിൽ പിറ്റേ ദിവസം വരുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ നേരെ പിറവത്തെത്തി. പിറവത്തെ ഓരോ കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ മുറ്റത്തേക്കൂടെയും പറമ്പിൽ കൂടെയൊക്കെ കുറേ നേരം ഞാനിങ്ങനെ നടന്നു കേട്ടോ. കൂടെ പൊന്നുകുട്ടിയും വാവക്കുട്ടനുണ്ട്. അങ്ങനെ ദേ റോട്ടിമലയുടെ മതിലിൻ്റെ മുകളിലൊക്കെ കയറി ഇരുന്ന് നേരെ ചാടിയിട്ടോ. മല എന്ന് പറയുമ്പോൾ മുകളിലേക്കാണെന്ന് വിചാരിക്കും. ഇതങ്ങനെയല്ല കേട്ടോ, നേരെ താഴേക്കാണ്. റബ്ബറിൻ തോട്ടാണ് കേട്ടോ. അങ്ങനെ അതേ തൊട്ടാവാടിയിൽ തൊട്ടപ്പോഴത്തേക്ക് ഇലയൊക്കെ മടങ്ങണതൊക്കെ വാവക്കുട്ടനെ കാണിച്ചു കൊടുത്ത് പുള്ളി വലിയ ഇൻട്രസ്റ്റിൽ അതൊക്കെ നോക്കിയിരുന്നു കേട്ടോ. പണ്ടത്തെ പിന്നെ ചെടികളൊക്കെ നമ്മൾ തേൻ കുടിക്കുന്നത്. അങ്ങനെ മുറ്റത്തേക്ക് കൂടെ അതേ പൊന്നുകുട്ടിയും വാവക്കുട്ടനൊക്കെ കുറേ നേരം കളിച്ച് കിടന്നു. പിന്നെ നമ്മുടെ ചെറിയൊരു കൃഷിത്തോട്ടം ഉണ്ട് കേട്ടോ. അവിടെ പോയി അമ്മച്ചി ഭയങ്കര ഇൻട്രസ്റ്റിൽ ഓരോന്നും ഉണ്ടായേക്കണതൊക്കെ എന്നെ കാണിച്ചു തരും കേട്ടോ. മത്തങ്ങയും പാവയ്ക്കയും കാന്താരിമുളകും ഒക്കെ ഉണ്ടായേക്കണത്. അങ്ങനെ വൈകുന്നേരത്തേക്ക് കഴിക്കാൻ കപ്പ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനരയ്ക്കാൻ വേണ്ടി അമ്മച്ചി ദേ കാന്താരി മുളകും കൂടെ കുറച്ച് പറിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. വാഗുടന് ഇതൊന്നും ഇഷ്ടമില്ലാത്തതുകൊണ്ട് പുള്ളിയൊന്നും കൂടെ വന്നില്ല കേട്ടോ. പൊന്നുംകുട്ടിക്ക് പിന്നെ ഇത് കേൾക്കാനും കാണാനും ഇതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ളതുകൊണ്ട് പുള്ളി കൂടെ തന്നെ ഉണ്ട് കേട്ടോ. അങ്ങനെ കപ്പ നട്ടേക്കണതിൻ്റെ ഇടയിലൊക്കെ പോയി കുറേ ഗോഷ്ഠികളൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും ദേ വിളക്ക് വയ്ക്കാൻ സമയമായി. പിന്നെ അമ്മച്ചി ദേ കൈയും കാലൊക്കെ കഴുകിയിട്ട് വന്ന് നേരെ വിളക്ക് വെച്ചു കേട്ടോ. ഞാൻ എന്നാലും മുറ്റത്തേക്കൂടെ കുറേ നേരം ഇങ്ങനെ നടന്നു കേട്ടോ. പണ്ടത്തെ ഓരോ ഓർമ്മകൾ എനിക്ക് എപ്പോഴും വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ഇങ്ങനെ അനങ്ങാണ്ടിരിക്കുന്നു പറഞ്ഞാൽ ഒരാൾക്ക് മാത്രം നടക്കാൻ പറ്റിയ ചെറിയൊരു വഴിയാണ്. അപ്പോൾ അതിലേക്കൂടെയൊക്കെ ഇറങ്ങി കുറേ നേരം ഇങ്ങനെ നടന്നു കേട്ടോ. പിന്നെ എൻ്റെ കല്യാണത്തിന് കെട്ട് കഴിയുമ്പോൾ വീടിൻ്റെ ഫ്രണ്ടിൽ കൂടെ തന്നെ ഇറങ്ങണം എന്ന് പറഞ്ഞിട്ട് തൽക്കാലത്തേക്ക് ഒരു സ്റ്റെപ്പ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിലേക്കൂടെയൊക്കെ ഇങ്ങനെ ഇറങ്ങി പണ്ടത്തെ ഓർമ്മകളൊക്കെ അയവിറക്കി കുറേ നേരം നടന്നു. അപ്പോഴത്തേക്ക് അമ്മച്ചി കാന്താരിമുളകൊക്കെ പറിച്ചുകൊണ്ട് വന്നതൊക്കെ കൂട്ടി കപ്പയൊക്കെ റെഡിയാക്കിട്ടോ. എല്ലാ പ്രാവശ്യം പിറവത്തേക്ക് വരുമ്പോൾ എന്തിട്ട് ഉണ്ടാക്കി വയ്ക്കേണ്ടതെന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ ഈ പ്രാവശ്യം സദ്യയൊക്കെ കൂട്ടി ആകെ മത്ത് പിടിച്ചിരിക്കുമായിരിക്കുമല്ലോ. ഞാൻ മീൻകറി കൂട്ടി കഴിക്കാൻ കൊതിയായിട്ട് അമ്മച്ചിയോട് മീൻകറി ഉണ്ടാക്കി വയ്ക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അമ്മച്ചി ചൂരത്തല കറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കപ്പയും ചൂരത്തലയൊക്കെ കൂട്ടി ഞാനും അമ്മച്ചിയും കൂടി ഇരുന്ന് ചായ കുടിച്ചു കേട്ടോ. എല്ലാ പ്രാവശ്യം ചെല്ലുമ്പോൾ ചായ കുടിക്കുമ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരു പാത്രത്തിൽ നിന്നായിരിക്കും കേട്ടോ കഴിക്കുക. അങ്ങനെ കഴിച്ച് ഇപ്പോഴും അങ്ങനെ തന്നെയാണ് കേട്ടോ കഴിക്കണേ. പിന്നെ ഇതേ പിറ്റേ ദിവസം പോവാറായിട്ടോ. എല്ലാ പ്രാവശ്യം വരുമ്പോൾ പൊന്നുംകുട്ടീനെയും കൊണ്ട് വെട്ടിക്കാൻ ഒരു കൊല നല്ല മൂത്ത് പാകമായിട്ട് നിൽക്കണ്ടാവും കേട്ടോ. അങ്ങനെ ദേ വലിയേട്ടായി അതിൻ്റെ വെട്ടി കൊടുക്കാൻ വേണ്ടിയൊക്കെ സഹായിച്ച് വാവക്കുട്ടൻ വെട്ടിക്കോളാന്ന് പറഞ്ഞ് പോയി വെട്ടിയെങ്കിലും വാഴ മറിഞ്ഞില്ല കേട്ടോ. പൊന്നുംകുട്ടി തന്നെ പോയി വെട്ടി ആ കുഞ്ഞു കൊല വെട്ടിയെടുത്തു കേട്ടോ. നല്ല കദളിപ്പഴമായിരുന്നേ, നല്ല മൂത്ത് നിൽക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ദേ വെട്ടിയെടുത്തു. പിന്നെ പോകാനുള്ള തിരക്കും കാര്യങ്ങളായി. ഓടിപ്പോയി ഞാൻ കുറച്ച് കാന്താരി മുളകും കൂടെ പറിച്ചെടുത്തു കേട്ടോ. പൊന്നുകുട്ടിക്ക് ആകെ വിഷമമായിരുന്നു പിറവത്തുനിന്ന് പോരാൻ വേണ്ടിയിട്ട്. കൂടുതലും പൊന്നുകുട്ടി പിറവത്തുനിന്ന് നിന്നിട്ടുള്ള കാരണം അവൻ അവിടെ നിന്ന് പോരാൻ ഭയങ്കര സങ്കടമാണ് കേട്ടോ. വാവക്കുട്ടൻ അങ്ങനെ പ്രത്യേകിച്ച് വിഷമമൊന്നുമില്ല. വണ്ടി കയറി കഴിഞ്ഞാൽ പുള്ളി ഹാപ്പിയാട്ടോ. അപ്പോൾ അമ്മച്ചി ഇതേ കൊണ്ടുപോകാനുള്ള കുറച്ച് ഐറ്റങ്ങളൊക്കെ